അപ്പൊ അൽതാഫിന് ഈ പറഞ്ഞ രാഷ്ട്രീയം ഇല്ല എങ്കിലും രാഷ്ട്രീയം ഇല്ലെന്നല്ല, രാഷ്ട്രീയം ഒരിക്കലും അല്ല ഇല്ല. അങ്ങനെയല്ല, രാഷ്ട്രീയ പാർട്ടിയോട് ചായവില്ല ഇല്ല. എങ്കിലും ഞാൻ ചോദിക്കണം, അപ്പൊ അടുത്ത പ്രാവശ്യം ആര് വരും എന്നാണ് ഉള്ളിനുള്ളിൽ ആഗ്രഹിക്കുന്നത്? അത് പറയാൻ പറ്റുമോ? തുറന്നു തീർച്ചയായിട്ടും പറയാൻ പറ്റും. അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരണമെന്ന് എന്റെ ആഗ്രഹം. വേറെ ഒന്നും വേണ്ടിയിട്ടല്ല. UDF വരണമെന്ന് ആഗ്രഹം, വേറെ ഒന്നും വേണ്ടിയിട്ടല്ല. 2 വർഷമായിട്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നു. ഇത് ഞാൻ വിചാരിച്ചിരുന്ന 5 വർഷം കഴിയുമ്പോൾ പാർട്ടി മാറണം. കാരണം മാറിക്കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിരുന്ന് ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാൻ ഇവർ കഴിഞ്ഞേ ഉള്ളൂ. എന്തിനും പ്രശ്നമായിരിക്കും. അങ്ങനെ പ്രശ്നം ചെയ്ത് ഓപ്പോസിറ്റ് പാർട്ടിക്കാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉമ്മർ പോലെ ഇവിടെ ഇരിക്കുക. ഇത്രയധികം വിഷയങ്ങൾ കിട്ടി. ശബരിമലയും വിഷയം കിട്ടിയപ്പോൾ പാട്ട് പാടണം. അല്ലാതെ ഇവിടെ കേരളത്തിൽ എന്തോരം വിഷയങ്ങൾ കിട്ടി. ഇതിനൊക്കെ തിരിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ എത്ര കേൾക്കുന്നു? മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള എത്ര നമ്മളിപ്പോ കേൾക്കുന്നു. അതിന് അപ്പുറത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാരൊന്ന് പ്രതിപക്ഷത്തിൽ വന്നോട്ടെ, നമുക്ക് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളത് എപ്പോഴും കേൾക്കാം. അപ്പൊ അതുകൊണ്ട് മാത്രം മാറണം. അതുകൊണ്ട് മാറി വരണം. പിന്നീട് ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് വരണം. അങ്ങനെ മാറി വരുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് വരാനായിട്ട് എന്തെങ്കിലും ചെയ്യും. ഇനി എന്ന് ഞാൻ പറയട്ടെ, ഇനി കേരളം മുഴുവൻ ഞാനാ ഭരിക്കുന്നതെന്ന് വിചാരിക്കട്ടെ. ഞാനങ്ങ് ചിന്തിക്കുന്നു, ഞാനെന്ത് ചെയ്യും? പ്രജകൾ അവിടെ കിടക്കട്ടെ. അതിനപ്പുറത്തേക്ക് അയ്യോ അടുത്ത വർഷം അവന്മാർ കൊണ്ടുപോകും, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വികസനം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മാറ്റം വരും. അപ്പൊ ഇനി ഒരു കോൺഗ്രസ് ഭരണം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഇതിൽ നിന്നൊരു മാറ്റം എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അന്തംഗമികളല്ലാതെ. ഇപ്പൊ അതുപോലെ തിരുവനന്തപുരം ഇപ്പൊ BJP വന്നു. ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളം BJP. അതെ, അവിടെ BJP ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ BJPയുടെ കാര്യം പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞു, ഒരു കാലം വരെ നല്ല രീതിയിൽ വർഗീയത തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്കതിൽ മാറ്റം തോന്നുന്നുണ്ട്. നരേന്ദ്രമോദി വന്ന് അദ്ദേഹം കുറച്ചധികം രാജ്യങ്ങളിലേക്ക്, നമ്മൾ ചോദിക്കും എന്തിനാണ് നരേന്ദ്രമോദി ഇത്രയധികം ഫ്ലൈറ്റും അതും ഇതും പിടിച്ച് പല രാജ്യങ്ങളിലേക്കും പോകുന്നത്. പക്ഷെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് അതിൽ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ യുദ്ധ സമയത്ത് പോലും നമുക്ക് സപ്പോർട്ടിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ആ വർഗീയ ചിന്തകൾ ഈ പാർട്ടികളെല്ലാം മാറ്റി നിർത്തിയിട്ട് വികസനത്തിൽ ഊന്നി നോക്കട്ടെ. അതിലൊരു പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് അപ്പുറത്തോട്ട് തീർച്ചയായിട്ടും പാർട്ടി മാറ്റുക, അതായത് ഒരു BJP നേതാവ് എന്നുള്ള ഒരു നരേന്ദ്രമോദി മാറ്റി നിർത്തി പ്രൈം മിനിസ്റ്റർ ഇതിൽ എനിക്ക് തോന്നുന്നു വളരെ തീർച്ചയായിട്ടും. അതെ, അതിൽ അദ്ദേഹത്തിൽ പലരും സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറയാം, നമുക്ക് തന്നെ നരേന്ദ്രമോദിയുടെ ഒരു കുറ്റം എടുത്തെന്ന് പറയാനായിട്ട് പറ്റും എനിക്ക് നോക്കുമ്പോഴത്തേക്കിനും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കൾ വരുമ്പോൾ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതിനപ്പുറത്തേക്ക് വർഗീയത ഇല്ലെന്നല്ല, വർഗീയത കടത്തക്കൂട്ടപ്പെട്ട പ്രശ്നമാവും. അപ്പൊ അതിന്റെ വിവരിപ്പ് മുന്നിലേക്ക് വെക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ രാജീവ് ചന്ദ്രശേഖർ ആ ഇന്റർവ്യൂ അഭിമുഖത്തിൽ ചന്ദ്രശേഖർ വന്നത് ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. അദ്ദേഹം അങ്ങനെ ആ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് വന്ന ഒരാളല്ല. പക്ക ബിസിനസ്സുകാരനായിരുന്നു. പക്ക ബിസിനസ്സും അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു അഭിമുഖത്തിൽ നമുക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ശത്രു ആരാ, NDAയുടെ ശത്രു ആരാ? അപ്പൊ അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ട് പറഞ്ഞു, വികസനത്തിനെതിരെ നിൽക്കുന്ന ആരാണ് അവർ ഞങ്ങളുടെ ശത്രു എന്ന്. അതായത് ഞങ്ങൾ വികസനത്തിന് വന്നാണ് വികസിപ്പിക്കും.